നമസ്കാരം. യുഎസിലെ വിവിധ സർവകലാശാലകളിൽ പലസ്തീൻ അനുകൂല മാർച്ച് നടത്തിയ വിദ്യാർത്ഥികളെ കൂട്ട അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 2019 ഡിസംബറിൽ ദില്ലിയിലെ ഷഹീൻ ബാഗിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ CAA വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ്. ഇതേ മാതൃകയിൽ തന്നെയാണ് US സർവകലാശാലകളിലും ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. പ്രതിഷേധം സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നാണ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വക്താക്കൾ പറയുന്നത്. അതേസമയം പ്രതിഷേധങ്ങൾക്കൊക്കെയും സർവകലാശാലയിലെ ചില അധ്യാപകരുടെ പരസ്യ പിന്തുണ കൂടി ലഭിച്ചത് സർവകലാശാല നിലപാടിനെ കുരുക്കിലാക്കിയിട്ടുണ്ട് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങളുടെ പേരിൽ 550-ലധികം ആളുകളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് മാധ്യമ വാർത്തകൾ നൽകുന്ന സൂചന. വ്യാഴാഴ്ച മാത്രം 61 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊളംബിയ സർവകലാശാലയിലാണ് യുദ്ധവിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ആദ്യം വെറും 100ഓളം വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നത്. പിന്നീട് ഇത് മറ്റ് സർവകലാശാലകളിലേക്ക് കാട്ടുതീ പോലെ തന്നെ ആളിപ്പടർന്നു. കൂടുതൽ വിദ്യാർത്ഥികൾ ഈ യുദ്ധവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ചു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഇവർക്ക് തിരിച്ചടിയാകാൻ പോകുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ജോർജ് സോറോസ്, റോക്ക്ഫെല്ലർ ബ്രദേഴ്സ് തുടങ്ങിയ വമ്പന്മാരാണ് ഈ പ്രകടനക്കാർക്ക് ഫണ്ടിങ് നൽകുന്നത് അല്ലെങ്കിൽ ധനസഹായം നൽകുന്നത് എന്ന ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. OP ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങളാണ് ഇതിന്റെ വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ക്യാമ്പസുകളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പുറമേ നിന്നും ഒരു ധനസഹായം എത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് അന്വേഷണ വിധേയമാക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ ഒരു വിദ്യാർത്ഥികളുടെ കൂട്ടം പ്രതിഷേധിക്കുന്നതിനോ അവരുടെ സ്വരം ഉയരുന്നതിനോ ഒരിക്കലും നമുക്ക് എതിർക്കാൻ സാധിക്കില്ല. കാരണം അത് എല്ലാ നാട്ടിലുമുള്ള അവകാശം തന്നെയാണ്. പ്രത്യേകിച്ചും അമേരിക്കയിൽ അതിന് വലിയ പ്രാധാന്യമുണ്ടെങ്കിൽ പോലും ഒരു വിരോധാഭാസം എന്ന നിലയ്ക്ക് പറയാൻ സാധിക്കും. മറ്റ് രാജ്യത്തൊക്കെ ഇത്തരം പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ അമേരിക്ക വലിയ പിന്തുണ അറിയിക്കാറുണ്ട്. പക്ഷേ സ്വന്തം നാട്ടിൽ ഇത് നടന്നപ്പോൾ വിദ്യാർത്ഥികളെ കൂട്ടമായി അറസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സാമ്പത്തിക ഭീകരനായ ജോർജ് സോറോസിന്റെ അടക്കം പങ്കാളിത്തം ഇതിൽ എന്താണ് എന്ന് കൂടുതൽ അന്വേഷണത്തിൽ വ്യക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.